പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 17 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. വിശുദ്ധ ഗ്രന്ഥം ഫറവയോട് പറയുന്നു: ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിനും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് നിന്നെ ഞാൻ ഉയർത്തിയത്. വിശുദ്ധ ഗ്രന്ഥം കഠിനഹൃദയൻ എന്ന് വിശേഷിപ്പിക്കുന്ന രാജാവാണ് ഫറവോ. എന്നാൽ കഠിനഹൃദയനായ ആ ഫറവോയെക്കുറിച്ചാണ് തിരുവചനം പറയുന്നത്. കർത്താവിൻ്റെ നാമവും ശക്തിയും ഭൂമിയിലെങ്ങും ഉദ്ഘോഷിക്കുവാനും വെളിപ്പെടുത്തുവാനും വേണ്ടി ഫറവോയെ വരെ കർത്താവ് ഉയർത്തിയെന്ന്. മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നികൃഷ്ടരെന്ന് തോന്നുന്നവരെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് വേണ്ടി ദൈവം അങ്ങനെയുള്ളവരെ ഉയർത്താറുമുണ്ട്. ഫറവോയെ വരെ ഉയർത്തുവാൻ കരുണ കാണിച്ച കർത്താവ് നമ്മളെയും എത്രയധികം ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ നേരിട്ട പരാജയങ്ങളെ, വീഴ്ചകളെ, ഉയരാൻ സാധിക്കാത്ത അവസ്ഥയിലായിപ്പോയല്ലോ എന്ന ചിന്തകളെ നമുക്ക് ഈ നിമിഷം കൊടുക്കാം. പലതവണ ആഗ്രഹിച്ചിട്ടും ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ മാത്രം ബാക്കിയാവുന്ന അവസ്ഥകളിൽ ഈശോ നമ്മളോട് പറയും: നിന്നെ എത്ര തകർന്ന അവസ്ഥയിൽ നിന്നും ഉയർത്തുവാൻ, അനുഗ്രഹിക്കുവാൻ എനിക്ക് കഴിയുമെന്ന്. നമുക്ക് വിശ്വാസപൂർവം നമ്മുടെ പരാജയങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. ഫറവോയെ വരെ ഉയർത്തിയ കർത്താവ് നമ്മുടെയും ജീവിതങ്ങളെ എടുത്തുയർത്തട്ടെ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ ഉയർത്തുവാൻ സാധിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.